വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഞാൻ സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ. നമുക്കിന്ന് ബേസിക് മാത്സിലെ ആംഗിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഉണ്ടല്ലോ. നമുക്ക് സ്ട്രെയിറ്റ്, അക്യൂട്ട്, ഒബ്റ്റ്യൂസ്, റിഫ്ലക്സ്, അങ്ങനെ കുറേ ആംഗിൾസ് ഉണ്ട് അല്ലേ. അഡ്ജസൻറ്റ് ആംഗിൾസ് എന്താണ്, ലീനിയർ, പെയർ, വെർട്ടിക്കലി ഓപ്പോസിറ്റ്, കോംപ്ലിമെൻ്ററി, സപ്ലിമെൻ്ററി, അങ്ങനെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് അക്യൂട്ട് ആംഗിൾ. ഇപ്പം ആംഗിൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, AOB. നമ്മൾ ഇപ്പോൾ മിഡിൽ വെർട്ടെക്സ്, ഇതെന്താ പറയുന്നത്, വെർട്ടെക്സ് മിഡിൽ ലെറ്റർ. നമ്മളിത് നെയിം ചെയ്യുമ്പോൾ വെർട്ടെക്സ് മിഡിലിൽ വരണം, AOB എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എങ്ങനെ പറയാം, BOA. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട്, ഒബ്റ്റ്യൂസ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ എന്താ, ബിറ്റ്വീൻ 0 and 90 ഡിഗ്രി. 0 ഡിഗ്രി. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഡിഗ്രിയാണ്. അതാണ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. എക്സാമ്പിൾ 35 ഡിഗ്രി, 47 ഡിഗ്രി. ഇതെല്ലാം എന്താണ്, അക്യൂട്ട് ആംഗിളാണ് അല്ലേ. 0യ്ക്കും 90ക്കും ഇടയ്ക്കായിരിക്കണം. ഒബ്റ്റ്യൂസ്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താ, ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വരും. റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ആംഗിളേ ഉള്ളൂ. അതാണ് 90 ഡിഗ്രി. 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ആ 2 ലൈൻസിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നമ്മളിവിടെ ഇങ്ങനെ സിമ്പിൾ മാർക്ക് ചെയ്തതിൻ്റെ അർത്ഥം എന്താ, 90 ഡിഗ്രി എന്നാണ്. These 2 lines are perpendicular. This is 90 degree. ഇതിൽ ആംഗിൾ 40 ഡിഗ്രി, 50 ഡിഗ്രി ഒക്കെ നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ചില കുട്ടികളിങ്ങനെ തെറ്റ് വരുത്തുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് റിഫ്ലക്സിലോട്ട് പോകാം. ലൈൻ സെഗ്മെൻറ്റ് AB. ആംഗിൾ A 40 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ A വെച്ചിട്ട്, Aയുടെ റൈറ്റിലാണ് B അല്ലേ. ഇപ്പം നമ്മൾ റൈറ്റിൽ നിന്ന് വേണം 10, 20, 30, 40 അങ്ങനെ എടുക്കാൻ. ഇപ്പോൾ 60 എവിടെയാണോ നമ്മളിവിടെ ഇങ്ങനെ ആക്കി. ഇനി അതേസമയം നമുക്കിപ്പോൾ ഇവിടെ Bയിലാണ് നമുക്ക് 60 ഡിഗ്രി വരയ്ക്കേണ്ടതെങ്കിൽ ഇപ്പോൾ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് വേണം 0, 10, 20, 30. അങ്ങനെ ചില കുട്ടികൾ ഇപ്പോൾ ഇവിടെ നമ്മൾ 60 വരയ്ക്കുമ്പം പെട്ടെന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ ABയിൽ A ആണ് നമ്മൾ 60 ഡിഗ്രി വരയ്ക്കേണ്ടതെങ്കിൽ ഇപ്പം നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഇവിടുന്ന് 0, 10, 20, 30 അങ്ങനെ എടുക്കുക. ഇനി Bയിലാണ് നമുക്കിപ്പോൾ ഒരു 60 ഡിഗ്രി വരയ്ക്കുന്നതെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 10, 20, 30, 40 അങ്ങനെ വരയ്ക്കുക. നമ്മൾ അക്യൂട്ട് പറഞ്ഞു, ഒബ്റ്റ്യൂസ് പറഞ്ഞു, റൈറ്റ് പറഞ്ഞു. സ്ട്രെയിറ്റ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ മീൻസ് 180 ഡിഗ്രി. 180 ഡിഗ്രിക്ക് പറയുന്ന ആംഗിളാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ഇനി റിഫ്ലക്സ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ, റിഫ്ലക്സ് ആംഗിൾ between 180 and 360. above 180 and less than 360. 180യേക്കാളും കൂടുതലായിരിക്കണം, 360യേക്കാളും കുറവായിരിക്കണം. ഇതിപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 260 ഡിഗ്രി. ഇതാണ് റിഫ്ലക്സ്, ദിസ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ, അതാണ് 360
ഡിഗ്രി. കംപ്ലീറ്റ് ആംഗിൾ 3. സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ്. എന്താണ്? ഇപ്പം ഇങ്ങനെ ഒരു ഇതിന് ചുറ്റിനും ഇപ്പം ഇങ്ങനെ നമ്മളൊരു ലൈൻ വരയ്ക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ആംഗിൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് എത്രയായിരിക്കും? 360 ഡിഗ്രി. സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി. കംപ്ലീറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. കോംപ്ലിമെൻ്ററി ആംഗിൾസ്. Complementary angles. Sum of two angles is 90 degree. Sum of two angles 90 degree. നമ്മൾ അങ്ങനെയുള്ള രണ്ട് ആംഗിളിന് എന്താ പറയുന്നത്? കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി 60 ഡിഗ്രി ഓർ 40 ഡിഗ്രി 50 ഡിഗ്രി. 30 + 60 90, 40 + 50 90. അപ്പോൾ അങ്ങനെയുള്ള ആ രണ്ട് ആംഗിളിന് പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. ഇനി ഒരു ആംഗിൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ആൻ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി, 90യുടെ ഹാഫ്. സപ്ലിമെൻ്ററി. Sum of two angles is 180 degree. For example 70 degree 110 or 60 degree 120. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180. അതുപോലെ തന്നെ ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സപ്ലിമെൻ്ററി എന്ന് ചോദിച്ചാൽ 180യുടെ ഹാഫ് 90. 180 90 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 90 കിട്ടും. അങ്ങനെയാണ് അതിനെയാണ് സപ്ലിമെൻ്ററി ആംഗിൾ. an angle which is equal to its supplementary ചോദിച്ച ആൻസർ 90 ഡിഗ്രി. adjacent angle. adjacent angles. adjacent angles എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. AOB. Here two angles AOB and BOC. അഡ്ജസൻ്റ് ആംഗിൾസ് ഇത് രണ്ടും അഡ്ജസൻ്റ് ആകണമെങ്കിൽ ടു കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം. ദേ ഹാവ് എ കോമൺ വെർട്ടെക്സ്. They have a first condition common vertex. They have a common vertex. Okay. AOB BOC OO common vertex ആയി. They have a common arm. Second condition. Common arm ഉണ്ടായിരിക്കണം. Okay. AOB OB BOC OB common arm ആയി. തേർഡ് കണ്ടീഷൻ ദ നോൺ കോമൺ ആം. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് കോമൺ അല്ലാത്ത ആംസ് ഏതൊക്കെയാണ്? OAയും OCയും. അത് ഈ കോമൺ ആമിൻ്റെ ഐദർ സൈഡിലായിരിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കണം. സെയിം സൈഡ് വരരുത്. നോൺ കോമൺ ആംസ് lie on either side of the common arm. ഇവിടെ കോമൺ ആമിൻ്റെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും സെയിം സൈഡ് വരാൻ പാടില്ല. ഏതൊക്കെ കണ്ടീഷൻസാണ്? കോമൺ വെർട്ടെക്സ് ഉണ്ടായിരിക്കണം, കോമൺ ആം ഉണ്ടായിരിക്കണം, നോൺ കോമൺ ആംസ് കോമൺ അല്ലാത്ത പൊതുവായിട്ടല്ലാത്ത ആംസ് എവിടെയായിരിക്കണം? നോൺ കോമൺ ആംസ് കോമൺ ആമിൻ്റെ ലെഫ്റ്റിൽ റൈറ്റിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ആയിരിക്കണം.
ഈ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താലേ അത് അഡ്ജസൻ്റ് ആകത്തുള്ളൂ. ഈ അഡ്ജസൻ്റ് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അഡ്ജസൻ്റ് അല്ലാത്ത ഒരു ആംഗിൾ നോക്കാം. AOC BOC. ഓക്കെ, കോമൺ വെർട്ടെക്സ് ഉണ്ട്, കോമൺ ആം OC ഉണ്ട്, പക്ഷേ ഇത് അഡ്ജസൻ്റ് അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ കോമൺ ആം ഏതാണ്? OC. ഈ കോമൺ ആമിൻ്റെ സെയിം സൈഡിലാണ് നോൺ കോമൺ ആംസ് വന്നിരിക്കുന്നത് അല്ലേ? Therefore these are not adjacent. These are a pair of adjacent. This is not adjacent. Adjacent എന്താണെന്ന് മനസ്സിലായില്ല? അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ നോൺ കോമൺ ആംസ് ഓപ്പോസിറ്റ് റേ ആയിട്ട് വരുമ്പം അതെന്തായിട്ട് മാറും? ലീനിയർ പെയർ. AOB AOC. കോമൺ ആമുണ്ട്, കോമൺ വെർട്ടെക്സ് ഉണ്ട്. കോമൺ ആം ഏതാണ് ഇവിടെ? OA. നോൺ കോമൺ ആംസ് ഓപ്പോസിറ്റ് റേ ആയിട്ട് വന്നു. ഇങ്ങനെ വരുന്ന ആംഗിളിനെയാണ് ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സ്പെഷ്യൽ നെയിമാണെന്ത്? ലീനിയർ പെയർ. ഇതിൽ ഈ ലീനിയർ പെയറിൽ 2 ആംഗിൾസിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി. ആംഗിൾ AOB പ്ലസ് ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. വെർട്ടിക്കലി ഓപ്പോസിറ്റ്. AB and CD intersect at 2. Okay. 4 angles formed, 2 pairs. AOC DOB 1 pair. These 2 pairs. Angle AOD, angle COB. ഇത് രണ്ടുമാണ് vertically opposite. Vertically opposite angles are always equal. Angle AOC is equal to angle BOD. Angle COB is equal to angle AOD. ആംഗിൾസിനെ കുറിച്ച് ഒരു ചെറിയ വിവരം അത്രയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. സ്കൂളൊക്കെ തുറക്കാറായി. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക്സ്.